അതിഭീകരമായ ആക്രമണമാണ് രാജ്യ തലസ്ഥാന അതിർത്തിയിൽ ഈ മുസ്ലിം കുടുംബം നേരിടേണ്ടി വന്നത്. കുടുംബത്തിന്റെ അത്താണിയായ മുഹമ്മദിനെ ബീഫ് കഴിച്ചുവെന്നും സൂക്ഷിച്ചുവെന്നതിന്റെയും പേരിൽ വർഗീയവാദികൾ തല്ലിക്കൊന്നു. ആക്രമണത്തിൽ പരിക്കേറ്റ മകൻ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ നിന്ന് മോചിതനായിട്ടില്ല. बिल्कुल नहीं आया मेरे भतीजे को बेचारे उसे उठा के वहाँ तक ले जाने के लिए जो अस्पताल तक भी ले जावे. നൂറുകണക്കിന് ആളുകളാണ് മുഹമ്മദ് ഇക്ബാലിനെ അടിച്ചു കൊല്ലുവാനായി ഇതിലൂടെ ഇത്തരത്തിൽ കടന്നു വന്നത്. തുടർന്ന് ഈ ഗ്രില്ല് അടിച്ച് തകർത്തതിന് ശേഷം ഇവിടെ ബീഫ് സൂക്ഷിച്ചിട്ടുണ്ട് എന്നതിൻ്റെ പേരിൽ മാത്രം ഈ വീടടക്കം അടിച്ചു തകർക്കുന്ന ഒരു സാഹചര്യം. ഇതിലൂടെയാണ് വലിച്ചിഴച്ചു കൊണ്ടുപോയത്. രക്തം പുരണ്ട പാടുകൾ മാത്രമാണ് വീടിനകത്ത് എങ്ങും കാണാനുള്ളത്. ഇതിനിടയിൽ പോലീസ് ഈ കേസ് അട്ടിമറിക്കുന്നതും ഭീതിയോടെയാണ് ഈ കുടുംബം കാണുന്നത്. ഇവിടെ വർഗീയതയുടെ വിത്തുകൾ മുൻപും പലവരും പടർത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ബീഫ് സൂക്ഷിച്ചു എന്നതിന്റെ പേരിൽ ഒരു മനുഷ്യജീവൻ തന്നെ കൊത്തിയെടുക്കുന്നത് ന്യൂനപക്ഷ കുടുംബങ്ങളെ പേടിപ്പിക്കുന്നു. മുഹമ്മദ് അക്ലക്കിന്റെ വീട്ടിൽ ബീഫ് സൂക്ഷിച്ചിട്ടുണ്ടെന്ന് വിളിച്ചു പറഞ്ഞത് ഈ അമ്പലത്തിലെ ഉച്ചഭാഷണിയിൽ നിന്നാണ്. ഹിന്ദുത്വവാദികളെന്ന് സ്വയം വിശേഷിപ്പിച്ച ബീഫ് കഴിച്ചു എന്നതിന്റെ പേരിൽ മാത്രം ഒരു മനുഷ്യജീവന് പുല്ലുവില നൽകിയവർ ആരുടെ വർഗീയത വളർത്തുകയായിരുന്നു, വർഗീയ ദാഹം തീർക്കുകയായിരുന്നു എന്ന ചോദ്യം ബാക്കിയാകുന്നു. ക്യാമറമാൻ ഗോപി കടവല്ലൂരിനൊപ്പം മനു ശങ്കരൻ, ദില്ലി.